ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മൊസാദിനൊരു രീതിയുണ്ട്. ഇസ്രായേലിനെതിരെ ശബ്ദമുയർത്തുകയും ഇസ്രായേലിനെ തകർക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്ത് ലോകത്തിൻ്റെ ഏതു കോണിലിരുന്ന് ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ചാലും ശരി, തുരങ്കത്തിനകത്താണെങ്കിലും ചിപ്പിക്കകത്തും മുത്തിനകത്തുമാണെങ്കിലും ശരി, മൊസാദ് എന്നറിയപ്പെടുന്ന തക്ഷകൻ പുഴുവായും പൂവായും കാറ്റായും കടലായും അവിടെ എത്തിയിരിക്കും. അതാണ് ഇതുവരെയുള്ള ഇസ്രായേലിന്റെ ചരിത്രം. അതിനി കാനഡയിലല്ല, അമേരിക്കയിലല്ല, ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും ശരി, ഇറാന്റെ ഈറ്റില്ലത്തിനകത്തു വരെ കയറി ഇസ്മായിൽ ഹനിയയുടെ തല പൂപ്പറിക്കുന്ന ലാഘവത്തോടെ പറിച്ചു കൊണ്ടുവന്ന മൊസാദിന് ഇസ്രായേലിനെ തകർക്കുമെന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തിറങ്ങിയിരിക്കുന്ന ആളുകളുടെ തലയെടുക്കാൻ നിമിഷാർദ്ധ നേരം മതിയാവും. അത് മൊസാദ് പല തവണകളിൽ തെളിയിച്ചിട്ടുള്ള സംഗതിയാണ്. ഇപ്പോഴിതാ ഇസ്രായേലിനെ എല്ലാ കാലവും കിടുകിടെ വിറപ്പിച്ച ഒരു എഞ്ചിനീയറാണ് പ്രധാനപ്പെട്ട വില്ലനായി മാറിയത്. അത് എഞ്ചിനീയർ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ടായിരുന്നു ഇസ്രായേലിന്. 1990കളിൽ ഇസ്രായേലിൽ ഉണ്ടായ ഒട്ടുമിക്ക ബോംബ് സ്ഫോടനങ്ങളുടെയും സൂത്രധാരനാണ് അയാൾ. ഹമാസിന്റെ ബോംബിംഗ് നിർമ്മാണ വിദഗ്ധൻ. എപ്പോഴും ഇസ്രായേലി ഇന്റലിജൻസ് ഏജൻസികളെക്കാൾ ഒരു പടി മുന്നിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇസ്രായേലിനെ ഞെട്ടിച്ച യഹിയ അയ്യാഷ് ഇയാൾ നടത്തിയ ആക്രമണ പരമ്പരകൾ ഇസ്രായേലിനെ കിടുകിടെ വിറപ്പിച്ചിട്ടുണ്ട്. പലസ്തീനിലെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എങ്ങനെയാണ് ഇസ്രായേലി ഇന്റലിജൻസ് ഏജൻസികളുടെ വാണ്ടഡ് ലിസ്റ്റിലെ പ്രധാനിയാകുന്നത്? ഇസ്രായേലിന്റെ ഹണ്ട് ഫോർ ദി എഞ്ചിനീയർ ലോകം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ നടത്തിയ ഇയാളുടെ കൊലപാതകം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്ന യഹിയ അയ്യാഷ് അറിയപ്പെട്ടത് തന്നെ ദി എഞ്ചിനീയർ എന്നായിരുന്നു. 90കളുടെ മധ്യത്തിൽ ഇസ്രായേലിനെ ഭീതിയിലാഴ്ത്തിയ സ്ഫോടന പരമ്പരകൾക്ക് പിന്നിൽ ഇയാളുടെ തലയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഈ ആക്രമണങ്ങളിൽ 150ഓളം ഇസ്രായേലി പൗരന്മാർ മരിക്കുകയും 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പുറത്തുവിട്ട റിപ്പോർട്ട്. ചാവേർ ആക്രമണങ്ങൾക്ക് പിന്നാലെ കൂടുതൽ ആസൂത്രണ മികവോടുകൂടി അതൊക്കെ ഓപ്പറേഷൻ ചെയ്യാനും കഴിവുള്ള സൂത്രധാരനായ എഞ്ചിനീയർ ആയിരുന്നു അയ്യാഷ്. കുട്ടിക്കാലത്ത് റേഡിയോകളും TV സെറ്റുകളും ഒക്കെ റിപ്പയർ ചെയ്യുന്നതിൽ അയ്യാഷ് അതീവ ശ്രദ്ധാപൂർവം തൽപരനായിരുന്നു. 1985 ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം 1987 ബിർസീറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. അവിടെ വെച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. പിന്നീട് ജോർദാനിൽ വെച്ച് PG കോഴ്സ് ചെയ്യാനാണ് തീരുമാനിച്ചത്. എന്നാൽ സ്റ്റുഡന്റ് വിസ നിരസിച്ചതോടെ അത് ഉപേക്ഷിച്ചു. ശേഷം പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിൽ ചേർന്നു. അതോടെയാണ് ഏറ്റവും വിനാശകരമായ ബോംബാക്രമണങ്ങൾക്ക് യഹിയ നേതൃത്വം നൽകി തുടങ്ങിയത്. ഇസ്രായേലി ഇന്റലിജൻസ് ഏജൻസിയായ ഷിൻബെറ്റിന്റെ വാണ്ടഡ് ലിസ്റ്റിലെ പ്രധാനിയായി അയ്യാഷ് മാറി. ഡിസെങ്കോഫിലും ജെറുസലേമിലും എല്ലാം സ്ഫോടനങ്ങൾ നടത്തിയതിന് പിന്നിൽ ഇയാളാണ് എന്ന് കണ്ടെത്തിയതോടെ അന്വേഷണ ഏജൻസികൾ ഒന്നടങ്കം ഈ ഇലക്ട്രിക്കൽ ബിരുദധാരിയെ തേടിയിറങ്ങി. തിരച്ചിൽ ശക്തമാക്കിയെങ്കിലും വർഷങ്ങൾ പിന്നിട്ടിട്ടും അയ്യാഷിനെ കണ്ടെത്താൻ ഇസ്രായേലിന് സാധിച്ചില്ല. 1996 ജനുവരി 5 പുലർച്ചെ വീട്ടിലെത്തിയ ശേഷം അച്ഛനോട് സംസാരിക്കാനായി സുഹൃത്തിന്റെ ഫോൺ തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. സാധാരണയായി വീട്ടിലെ ലാൻഡ് ഫോണാണ് അയ്യാഷ് ഉപയോഗിച്ചിരുന്നത്. കുറച്ച് ദിവസങ്ങളായി ലാൻഡ് ഫോൺ പ്രവർത്തനരഹിതമായിരുന്നു. തുടർന്ന് പിതാവിന് ഒരു ഫോൺ നമ്പറാണ് നൽകിയിരുന്നത്. സുഹൃത്തിന്റെ ഫോൺ എത്ര ശ്രമിച്ചിട്ടും കണ്ടെത്താനാവാതെ വന്നതോടെ ഉറങ്ങി. രാവിലെ സുഹൃത്തായ ഒസാമ അഹമ്മദ് പിതാവിന്റെ ഫോണാണ് എന്ന് പറഞ്ഞ് അയ്യാഷിന് ഫോൺ കൈമാറി. രാവിലെ മുതൽ വിളിച്ചിരുന്നുവെന്നും എന്നാൽ ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്നുമാണ് പിതാവ് ഫോണിൽ പറഞ്ഞത്. രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ ആകാശത്തൊരു വിമാനം താഴ്ന്നു പറന്നുകൊണ്ട് നിലയുറപ്പിച്ചു. അച്ഛനും മകനും തമ്മിൽ ദൈർഘ്യം കുറഞ്ഞ സംഭാഷണമായിരുന്നു. അച്ഛന് സുഖമാണോ? 050507 ഈ നമ്പറിൽ നിന്ന് അവസാനമായി കേട്ട വാക്കുകൾ ഇതായിരുന്നു. സാമുവൽ കാറ്റ്സിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇത് വിശദമായി. പിന്നീട് ആ നമ്പർ പ്രവർത്തനരഹിതമായി. യഹിയ അയ്യാഷ് കൊല്ലപ്പെട്ടു. വെറും ഒരു ഫോൺ പൊട്ടിത്തെറിച്ചിട്ടുള്ള അപകടമായിരുന്നില്ല. അയ്യാഷിന്റെ മരണത്തിലേക്ക് നയിച്ചത് വ്യക്തമായ മൊസാദിന്റെ പദ്ധതിയായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്.
ലോകത്തെവിടെ ചെന്നും ടാർഗറ്റ് ചെയ്യുന്നത് എന്തും അത് എത്ര ഉന്നതനായാലും കൊലപ്പെടുത്തുന്നതിൽ അസാമാന്യ കഴിവുള്ള സംവിധാനമാണ് ഇസ്രായേലിന്റെ മൊസാദ്. അമേരിക്കൻ ചാരസംഘടനയായ CIA വെല്ലുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച മൊസാദ് തന്നെയാണ് ഇസ്രായേലിന്റെ ഗാസയിലെയും ലെബനനിലെയും സകല നീക്കങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത്. ഇറാനിൽ കയറി ഹമാസ് മേധാവിയായ ഇസ്മായിൽ ഹനിയെ വകവരുത്തിയതും ഇതിന് പിന്നാലെ ഗാസയിലും ലെബനനിലും നടത്തിയ കൂട്ടക്കുരുതിയും എല്ലാം മൊസാദിന്റെ പ്ലാൻ അനുസരിച്ച് നടപ്പിലാക്കിയതാണ്. ലെബനനിലെ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളും മൊസാദിന്റെ ആസൂത്രണമാണ്. അതായത് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും തലവന്മാരുൾപ്പെടെ നല്ലൊരു വിഭാഗം നേതാക്കളെയും അനുയായികളെയും അവർ കൊന്നൊടുക്കി കഴിഞ്ഞു. നേതാക്കളാൽ കേന്ദ്രീകരിക്കപ്പെട്ട സംഘടനകളല്ലാത്തത് കൊണ്ട് മാത്രമാണ് 45,000-ഓളം പേരെ ഗാസയിൽ നിന്ന് കൊന്നൊടുക്കിയിട്ടും ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിക്കാതെ പോയത്. ലെബനനിൽ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഏത് നേതാവ് കൊല്ലപ്പെട്ടാലും ഉടനെ തന്നെ മറ്റുള്ളവർ ആ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഹമാസിന്റെയും ഇസ്രായേലിന്റെയും രീതി. ഇറാന്റെ ശക്തമായ പിന്തുണയും ഗാസയിലെയും ലെബനനിലെയും ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ സംഘടനകൾക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നത് കൊണ്ടുമാണ് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഇല്ലാതാക്കാൻ സാധിക്കുന്നതിന് പ്രധാനപ്പെട്ട തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ. ഇറാനെ ടാർഗറ്റ് ചെയ്താണ് നിലവിൽ സകല നീക്കങ്ങളും ഇസ്രായേൽ നടത്തിയത്. എന്നാൽ ആ നീക്കം ഇപ്പോൾ അവർക്ക് തന്നെ വലിയ രൂപത്തിൽ തിരിച്ചടിയായിട്ടുണ്ട്. ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണം അവർക്ക് തന്നെ നാണക്കേടായി മാറിയിട്ടുണ്ട്. ഇറാനിൽ കടക്കാൻ പോലും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പകരം അവർ ഇറാഖിലെ അമേരിക്കയുടെ വ്യോമപാതയിൽ നിന്നാണ് ഇറാനെ ആക്രമിക്കുന്നത്. ഈ ആക്രമണത്തിലൂടെ കാര്യമായ ഒരു പ്രഹരം ഇറാൻ ഏൽപ്പിക്കാനും ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെ വലിയ ആക്രമണം നടത്തിയെന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാകട്ടെ ഇസ്രായേൽ ആയുസ് നൽകുന്നതുമില്ല. ഇസ്രായേൽ ആക്രമണത്തെ ഇറാന്റെ പ്രതിരോധ സംവിധാനം നേരിടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രാജ്യത്തിന് നേരെ നടന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇസ്രായേൽ. ഏത് നിമിഷവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇറാനെതിരെ ഏത് രൂപത്തിലുള്ള തിരിച്ചടിയും സംഭവിക്കാമെന്ന് കൊമേനിയും സംഘവും ഭയപ്പെട്ടിരിക്കുന്നു. ട്രംപാണ് പറഞ്ഞത് ആണവ കേന്ദ്രങ്ങൾക്ക് തീയിട്ടോളാൻ. കാര്യത്തിൽ ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും വലിയ ആശങ്കയുണ്ട്. ഇറാനും ഹിസ്ബുള്ളയും ഹൂതികളും ഹമാസും ഒക്കെ ചേർന്ന് സംയുക്തമായ ഒരാക്രമണമാണ് വരാനിരിക്കുന്ന ഇസ്രായേലിന്റെ ദിനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കൻ ചാരസംഘടനയായ CIA ഇതിനോടകം തന്നെ ഇസ്രായേലിനെ പൊതിഞ്ഞിട്ടുണ്ട്. അമേരിക്കയെ യുദ്ധത്തിൽ നേരിട്ടിടപെടുന്ന സാഹചര്യം ഉണ്ടായാൽ റഷ്യയും ഉത്തര കൊറിയയും ചൈനയും രംഗത്തിറങ്ങാനുള്ള സാധ്യതയും അമേരിക്ക മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറുമെന്നതുകൊണ്ട് അമേരിക്ക തന്നെയാണ് ഇപ്പോൾ ശരിക്കും പ്രതിരോധത്തിലായിരിക്കുന്നത്. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനെതിരായ നീക്കങ്ങൾ ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും ശക്തമാക്കിയതോടുകൂടി അമേരിക്ക ത്രിശങ്കുവിലായിരിക്കുന്നു. മൊസാദിന്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേലിന്റെ സകല സൈനിക നടപടികൾക്കും നേതൃത്വം നൽകുന്ന IDF തലവനായ ഹെർസി ഹലേവിയെ വധിക്കാൻ ആസൂത്രിതമായ ശ്രമമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഹമാസ് നടത്തിയ ഈ നീക്കത്തിൽ നിന്നും കഷ്ടിച്ചാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. വടക്കൻ ഗാസയിലെ യുദ്ധനീക്കങ്ങൾ വിലയിരുത്താനെത്തിയ ഹെർസി ഹലേവിക്ക് നേരെ അദ്ദേഹം വിളിച്ചു ചേർത്ത സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഹമാസിന്റെ അൽ-ഖസാം ബ്രിഗേഡാണ് ഇത്തരം ഒരു മിന്നൽ ആക്രമണം നടത്തിയത് എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നന്ദി.